നമസ്കാരം. കാളകൂട വിഷം സ്വയം ഭുജിച്ചു ഭഗവാൻ ശിവൻ ലോകത്തെ രക്ഷിക്കാനായിട്ട്. പാലാഴി മദനം നടന്ന സമയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറിയാണിത്, കഥയാണ്. അപ്പം അങ്ങനെ ഭഗവാൻ ലോകത്തെ രക്ഷിക്കാനായിട്ട് കാളകൂട വിഷം സ്വയം ഭുജിച്ചപ്പോൾ പാർവതീദേവി ഓടി വന്ന് ഭഗവാന്റെ കഴുത്തിൽ പിടിച്ചു. കാരണം ഇത് ഉദരത്തിലേക്ക് ചെന്നാൽ ഇത് വിഷമയമാകും, പോയിസണസ് ആണ്, ഇത് ടോക്സിക് ആണ്. കാരണം ഉദരത്തിലേക്ക് ഇത്തരം കാളകൂടം എന്നുള്ള അവസ്ഥ, ഈ ഒരു ഇൻഡൈജസ്റ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ, ദഹിക്കാൻ പ്രയാസമുള്ളത് എന്നാണ് അർത്ഥം. അത് നമ്മൾ ഉദരത്തിലേക്ക് ചെല്ലുമ്പോൾ അത് വിഷമയമായി തീരുന്നു, ടോക്സിക്കായി തീരുന്നു എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മിലെ ഇരുട്ട്, നമ്മിലെ തമസ് മാറ്റി വെളിച്ചം, പ്രകാശം നൽകുന്നത്, അതാണ് യൂണിയൻ ബിറ്റ്വീൻ ശിവ ആൻഡ് പാർവതി ഡ്യൂറിങ് ദ നൈറ്റ് അവർ വെൻ ദ ഡാർക്ക്നെസ് ഈസ് ഓവർടേക്കൺ ബൈ ലൈറ്റ്, വെളിച്ചം. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് ഈ പ്രകാശം, ഈ വിസ്ഡം, ഈ അറിവ്, അതാണ് ശിവരാത്രി. അപ്പോൾ നമ്മൾ രാത്രി ഫാസ്റ്റിംഗ്, നമ്മൾ അങ്ങനെയുള്ളൊരു ഫാസ്റ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യത്തിന് ഏറെ അത് ഗുണമാണ്. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കടത്തിവിടുന്ന ഭക്ഷണം, ഉള്ളിലേക്ക് നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള എത്തരം ഫുഡ്, അത് ഈസിലി ഡൈജസ്റ്റബിൾ ആണോ അതോ ഡിഫിക്കൽട്ടാണോ, അത് നമ്മൾ കഴിക്കുന്നവ നമ്മിൽ വിഷാംശമായി തീരുന്ന അത്തരം ഭക്ഷണ പദാർത്ഥമാണോ എന്ന് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് ഫാസ്റ്റിംഗ്. അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഇവിടെ നമുക്കൊരു തിരിച്ചറിവ്, നമ്മൾ ശിവരാത്രി ദിവസം നമ്മൾ ഈ അറിവ്, പ്രകാശം നമ്മുടെ ഉദരത്തിലേക്ക് നമ്മൾ കടത്തി വിടുന്നതായിട്ടുള്ള ശുദ്ധമായ ഭക്ഷണം, പരിശുദ്ധമായിട്ടുള്ളവ. ഇപ്പം നമ്മൾ ഹോമകുണ്ടങ്ങളിൽ, ഹോമാഗ്നിയിൽ അർപ്പിക്കുന്ന ഹവിസ് എന്നാണ് പറയുക. ശുദ്ധമായ വസ്തുക്കൾ, സുഗന്ധദ്രവ്യങ്ങൾ, പൂക്കൾ സമർപ്പിക്കുകയാണ്. സമർപ്പയാമി, നമ്മൾ സുഗന്ധദ്രവ്യങ്ങളും നന്ദി സമർപ്പിക്കുകയാണ് ദൈവത്തിന് ഹോമകുണ്ടത്തിൽ. അതിന് ഹവിസ് എന്നാണ് പറയുക. എന്നതുപോലെ നമ്മുടെ ഉദരാഗ്നിയിലേക്ക് നൽകുന്നതും ശുദ്ധമായതായിരിക്കണം. പെട്ടെന്ന് ദഹിച്ച് ആരോഗ്യകരമായിട്ടുള്ള, സാത്വികമായിട്ടുള്ള ഊർജം നമുക്ക് നൽകുന്നതായിരിക്കണം. എങ്കിൽ നമ്മുടെ മസ്തിഷ്കത്തിൽ, നമ്മുടെ ബ്രെയിനിൽ അതിനനുസരിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും. കാരണം നമ്മുടെ ഉദരത്തിലേക്ക് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ അത് ദഹിക്കണമല്ലോ. അപ്പോൾ അത് ദഹിപ്പിക്കാനായിട്ട് അതിനനുസരിച്ചുള്ള ഉദര രസം, അതിനനുസരിച്ചുള്ള ഡൈജസ്റ്റീവ് എൻസൈംസ് നമ്മുടെ ഉദരത്തിൽ ദഹിക്കാൻ ഇടയാകണം. ദഹിക്കേണ്ടതുണ്ടല്ലോ എന്ത് കഴിച്ചാലും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നൊരു സൂചന നൽകുകയാണ് ശിവരാത്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഫാസ്റ്റിംഗ്, അതുകൊണ്ടാണ് വ്രതം അനുഷ്ഠിക്കുകയും കൂടി ചെയ്യുന്ന അറിവ് ശിവരാത്രി ദിവസം നൽകുന്നത്. അപ്പോൾ ഈ ഒരു അറിവുകേടിൽ നിന്നും അറിവിലേക്ക്, അപ്പം ജീവാത്മാ പരമാത്മ ഐക്യം, ഇത് ഈ യോഗം ആണ്. ഡിവൈൻ, നമ്മൾ ഡിവിനിറ്റി, നമ്മിലെ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ്, യൂണിയൻ വിത്ത് ദ ഡിവൈൻ സോഴ്സ്, അതാണ് ശിവശക്തി, ഉമാമഹേശ്വരി സങ്കല്പം. നന്ദി.